നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പിപ്പല്ലി ആസവത്തെ കുറിച്ചാണ്. ആദ്യം തന്നെ ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ശാരീരിക ക്ഷീണം, അരുചി, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ എന്നീ കണ്ടീഷൻസിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് മെഡിസിൻ തന്നെ. ദഹന സംബന്ധമായ വിഷയങ്ങൾക്കും അതുപോലെ തന്നെ ഗ്യാസ് പോലത്തുള്ള വിഷയങ്ങളിലുള്ളവർക്കൊക്കെ പിപ്പല്ലി ആസവം വളരെ നല്ലൊരു മെഡിസിനാണ്. ചിലർക്ക് എന്ത് ഫുഡ് കഴിച്ചാലും അപ്പൊ തന്നെ ഗ്യാസ് വരിക, അങ്ങനത്തെ അതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പിപ്പല്ലി ആസവും അതിന്റെ കൂടെ കുറച്ച് അഭയാരിഷ്ടവും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരപുഷ്ടിക്ക് വളരെയധികം നല്ലതാണ് ഈ പിപ്പല്ലി ആസവം. ഈ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ ഈ പിപ്പല്ലി ആസവം കുടിക്കുന്നത് വഴി വളരെ നല്ലൊരു റിസൾട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ അബ്ഡോമിനൽ ഗുൽമ, അതായത് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ അല്ലെങ്കിൽ ഗുൽമ ഫോർമേഷൻ ഒക്കെ വരുമ്പോൾ അതിനും ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ട് പിപ്പല്ലി ആസവം കൊടുക്കുന്നുണ്ട്. വിട്ടുമാറാത്ത ചുമ അതുപോലത്തെ അസുഖങ്ങൾക്കൊക്കെ പിപ്പല്ലി ആസവവും, കുഞ്ഞു മക്കൾക്കാണെങ്കിൽ പിപ്പല്ലി ആസവത്തിൻ്റെ കൂടെ കുറച്ച് തേനൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം പിപ്പല്ലി ആസവം മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ലിവർ സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും, അതായത് ഇതിനെ നമ്മൾ ലിവർ ടോണിക് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ലിവർ സംബന്ധമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, അങ്ങനത്തെ എല്ലാ വിഷയങ്ങൾക്കും പിപ്പല്ലി ആസവം വളരെ നല്ലൊരു സൊല്യൂഷനാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡോസേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 മില്ലി മുതൽ 30 മില്ലി വരെ രാവിലെയും വൈകിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ നിങ്ങൾ സമീപിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. വീണ്ടും മറ്റൊരു മരുന്നിന്റെ ബെനിഫിറ്റ്സും യൂസേജും ഡോസൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആൻഡ് ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.